കുഞ്ഞുവാവ വന്നതിന് ശേഷം നമ്മൾ കുഞ്ഞുവാവയ്ക്കായിട്ട് ആദ്യമായിട്ട് മേടിക്കുന്ന ഒരു ടോയ് ആണ് കേട്ടോ ഇത്. കൊറിയർ വന്നപ്പോൾ പൊന്നുവാണ് ഓടിപ്പോയി വാങ്ങിയിട്ട് വരുന്നത്. അപ്പോൾ പൊന്നുവിന് തന്നെ അത് അൺബോക്സ് ചെയ്യണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. 1 മന്ത് കഴിഞ്ഞിട്ടുള്ള ബേബികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ടോയ് ആണ്. നമ്മുടെ ബേബിക്ക് ഇപ്പോൾ 2 മാസം കഴിഞ്ഞു. ഞാൻ കുറച്ച് വാങ്ങിക്കാനായിട്ട് ലേറ്റായിപ്പോയി. പക്ഷേ അതിൽ ഞാനിപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. കാരണം അത്രയും അവൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് ഇതിനകത്ത് കുറച്ചുകൂടെ കൂടുതൽ നേരം അനങ്ങാതെ കിടന്ന് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ ബഹളമൊന്നും ഇല്ലാതെ കുറച്ചധികം നേരം കിടക്കുന്നുണ്ട്. അതുകൊണ്ടിട്ടാണ് ഞാനിത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് ആമസോണിൽ നിന്നാണ്. മീഷോയിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആയിരുന്നെങ്കിലും ആമസോണിൽ മീഷോയെക്കാട്ടിലും ഒക്കെ വിലക്കുറവിൽ ഒരു 2 ഡേയ്സ് ഡെലിവറിയിൽ ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം തന്നെ പെട്ടെന്ന് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ന്യൂ ബോൺ ബേബി ടോയ്സ് എന്ന് പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് കാണിക്കും. ഇതിങ്ങനെ ഓരോ പീസായിട്ട് വരുന്നത് നമ്മൾ വേണം ഇത് സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യത്തെ ദിവസം വന്നപ്പോൾ നമ്മൾ സാനിറ്റൈസറൊക്കെ വെച്ചിട്ട് നല്ലോണം തുടച്ചെടുത്തു. കാരണം നമുക്കിത് കഴുകിയെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം സാനിറ്റൈസറൊക്കെ യൂസ് ചെയ്തിട്ട് നല്ലപോലെ തുടച്ച് ആദ്യത്തെ 2 ദിവസം ഞാൻ ഇതിനകത്ത് ഒരു ടവൽ ടർക്കിയൊക്കെ വിരിച്ചിട്ടായിരുന്നു ബേബീനെ കിടത്തിയിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്ക് വേറെ ഇൻഫെക്ഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2-3 ദിവസത്തോളം നമ്മൾ സാനിറ്റൈസർ യൂസ് ചെയ്ത് നല്ലോണം ക്ലീൻ ചെയ്തിട്ടാണ് പിന്നെ ബേബീനെ നമ്മൾ ഫ്രീ ആയിട്ട് ഇതിൽ കിടത്തിയിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഇതിപ്പോൾ സെറ്റ് ചെയ്തെടുത്തു. പിന്നെ ബേബി കാലെടുത്തിട്ട് ചവിട്ടുമ്പോൾ അതിൻ്റെ അവിടെയുള്ള ഒരു മ്യൂസിക് സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതിൽ ഇങ്ങനെ കാല് കൊണ്ടിട്ട് അതിനകത്തുനിന്ന് മ്യൂസിക് കേൾക്കും. പല വെറൈറ്റി ഓഫ് മ്യൂസിക്സൊക്കെ അതിനകത്തുണ്ട്. ഇതിന് ഏകദേശം വില വരുന്നത് 500 സംതിങ് രൂപയായിരുന്നു. ബാക്കിയുള്ള ആപ്പിലൊക്കെ കുറച്ചുകൂടെ വില കൂടുതലായത് കണ്ടുകൊണ്ടാണ് ആമസോണിൽ നിന്ന് വാങ്ങിയത്. ആമസോണിൽ ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 550 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് ന്യൂ ബോൺ മംസിനൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു 1 മന്തൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. കുഞ്ഞുങ്ങൾ കുറച്ചുകൂടെ നേരം ഫീഡ് ചെയ്ത് നമ്മൾ വയറ് നിറച്ച് ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കിടത്തുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ നേരം കുഞ്ഞുങ്ങൾക്ക് ഇതിനകത്ത് കിടന്ന് കളിക്കാനൊക്കെ പറ്റും. അതിനകത്ത് ടോയ്സൊക്കെ പിടിച്ച് നോക്കി അവരതിനകത്തൊക്കെ നോക്കി കുറച്ചധികം നേരം കിടക്കും. അപ്പോൾ ന്യൂ ബോൺ ബേബീസുള്ള മംസിനൊക്കെ ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. വാങ്ങി നോക്കൂ കേട്ടോ. ആദ്യത്തെ ദിവസം ഞാൻ കിടത്തിയപ്പോൾ ബേബി അങ്ങനെ അതിനകത്ത് ചവിട്ടാനായിട്ട് ബേബിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ബേബി കാലെടുക്കുമ്പോഴത്തേക്കും പല വഴിക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ ആദ്യത്തെ ദിവസമല്ലേ. പിറ്റേ ദിവസം തൊട്ട് സെറ്റായിരുന്നു. ബേബി ഒരുപാട് പ്രാവശ്യം അതിൽ ചവിട്ടി സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ചിലപ്പോൾ 1-2 ദിവസങ്ങളിൽ കുഞ്ഞുങ്ങൾ അതുമായിട്ടൊന്ന് യൂസ്ഡായി വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും.